ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് മിഥുന മാസത്തിലെ അമാവാസി ആണ്. അമാവാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാസം നമുക്ക് 2 അമാവാസി വന്നിരുന്നു. മിഥുന മാസം ആരംഭിച്ചത് അമാവാസി തിഥിയോടുകൂടിയായിരുന്നു. അതേപോലെ ഇന്നിപ്പോൾ വീണ്ടും അമാവാസി തിഥി വന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇത് അമാവാസി എന്നറിയപ്പെടുന്നത്. ഈ ഒരു അമാവാസി ദിവസം നമ്മൾ നമ്മുടെ വീട്ടിൽ ചൊല്ലേണ്ടുന്ന മന്ത്രം, ധനവരവിന് കെട്ടിവെക്കേണ്ടുന്ന ഒരു കിഴി, ക്ഷേത്രത്തിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതിനു മുൻപായിട്ട് ഇന്ന് വളരെ 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 ഓസ്പിഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അതായത് മാസത്തിൽ വരുന്ന മാസശിവരാത്രി തിങ്കളാഴ്ചയും ആർദ്ര നക്ഷത്രം, അതായത് തിരുവാതിര നക്ഷത്രവും കൂടി ഒന്നിച്ചു വന്നിരിക്കുന്നൊരു ദിവസമാണ്. അപ്പോൾ ഈ ഒരു ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ മറക്കാതെ എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കണം. വളരെ റെയറായിട്ട് മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള പുണ്യ ദിനങ്ങൾ കിട്ടുകയുള്ളൂ. അപ്പം ആ ദിവസം നമ്മൾ കഴിയുന്നതും ഒഴിവാക്കരുത്. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് വന്നൊരു കമൻ്റ് ആയിരുന്നു, ഒരു മാസത്തിൽ എത്ര വ്രതം എടുത്താലാണ് ഞങ്ങളെന്നുള്ളത്. അതൊക്കെ പേഴ്സണലായിട്ടുള്ള താല്പര്യങ്ങളാണ്. എന്നെപ്പോലെയുള്ളവരുടെ ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളിലോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തിച്ചു തരിക എന്നുള്ളതാണ്. ഞാനൊരിക്കലും എൻ്റെ വീഡിയോയിൽ ആരെയും ഫോഴ്സ് ചെയ്തിട്ടില്ല നിങ്ങൾ വ്രതമെടുക്കണം, വ്രതമെടുത്ത് നിങ്ങൾ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. അതൊക്കെ നമ്മുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. പക്ഷേ ഞാൻ ചിലപ്പം ചില കാര്യങ്ങൾ നിങ്ങളോട് ഊന്നി പറയാറുണ്ട്. അതായത് ചില സമയങ്ങളെന്ന് പറയുന്നത് ഭയങ്കര ഓസ്പീഷ്യസ് ആയിട്ടുള്ള സമയങ്ങളായിരിക്കും. നമ്മളതിനെ കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ ഒരു ഓസ്പീഷ്യസ് ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാളുകൾ കാത്തിരിക്കേണ്ടി വരും. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം പോലെയുള്ള ദിവസങ്ങൾ. ഇപ്പം ഏകാദശി, പ്രദോഷം, പൗർണമി, കറുത്ത വാവ്, ഇതൊക്കെ നമുക്ക് എല്ലാ മാസവും വരുന്നത് കൊണ്ട് തന്നെ ആ എല്ലാ മാസത്തിലും നിങ്ങൾ 2 ഏകാദശി വ്രതം എടുക്കണമെന്നും 2 പ്രദോഷം എടുക്കണമെന്നും ഒരിക്കലും ഞാൻ നിങ്ങളെ കമ്പൽ ചെയ്യാറില്ല. പക്ഷേ ഇതുപോലെയുള്ള ഓസ്പീഷ്യസ് ഡേയ്സ് വരുമ്പോൾ ഞാൻ വ്രതം എടുക്കണം എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അത് നിങ്ങളുടെ താല്പര്യത്തിന് മാത്രം നിങ്ങൾ വ്രതം എടുത്താൽ മതിയാകും. പകരം ക്ഷേത്ര ദർശനം നടത്തുക, അന്നദാനം ചെയ്യുക, നമ്മളെക്കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ ചെയ്യുക, ഇതൊക്കെ നമുക്ക് നല്ല ഫലങ്ങൾ തരും. അതുകൊണ്ട് തന്നെ എത്ര വ്രതം ഒരു മാസത്തിൽ ഞങ്ങൾ എടുത്താലാണ്, എത്ര മന്ത്രങ്ങൾ ചൊല്ലിയാണ്, എത്ര പൂജകൾ ചെയ്താലാണ്, ഞാൻ നിങ്ങളെ ആരെയും നിർബന്ധിക്കുന്നില്ല. അവനവൻ്റെ ഇഷ്ടം, അവനവന് താല്പര്യം. നിങ്ങൾ എത്ര വീഡിയോസ് ഒരു ദിവസം കാണാറുണ്ടായിരിക്കും. അപ്പം എല്ലാ വീഡിയോസിലും എല്ലാവരും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറില്ല. നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുടെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. പക്ഷേ എൻ്റെ കടമയെന്ന് പറയുന്നത് നിങ്ങളിലോട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തിച്ചു തരിക. ഒരു മീഡിയേറ്റർ, അത്ര മാത്രമേ ഉള്ളൂ ഞാൻ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്ക് അത്ര മാത്രമേ ആ കാര്യത്തിൽ പറയാനായിട്ടുള്ളൂ. അതേപോലെ കുറേ പേര് മറ്റൊരു സംശയം ചോദിച്ചിരുന്നത് ഹനുമാൻ ചാലിസ ജപം 5 ദിവസം കൊണ്ട് 108 പ്രാവശ്യം ജപം നാളെ ചൊവ്വാഴ്ച മുതൽ തുടങ്ങാമോ എന്നുള്ളതാണ്. കാരണം കർത്തവാവ് കഴിഞ്ഞിട്ട് വേണമല്ലോ നമ്മളത് തുടങ്ങാൻ. നാളെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തുടങ്ങാം. പക്ഷേ നാളെ ബ്രഹ്മമുഹൂർത്തത്തിൽ പറ്റില്ല, നാളെ വൈകിട്ടേ പറ്റുകയുള്ളൂ. കാരണം കർത്തവാവ് തിഥി നാളെ വൈകിട്ട് ഒരു 3:15 വരെയുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ നാളെ വൈകിട്ട് 6 മണിക്ക് ശേഷം മാത്രം തുടങ്ങുക. അങ്ങനെയല്ല, ബ്രഹ്മമുഹൂർത്തത്തിലെ സമയമുള്ളൂ എന്നുള്ളവർ നാളെ തുടങ്ങരുത്. അടുത്ത ഒരു ചൊവ്വാഴ്ച വരെ നിങ്ങൾ കാത്തിരുന്നേ മതിയാവും. അപ്പോൾ ആ 2 സംശയങ്ങൾ തീർന്നല്ലോ. ഇനി നമുക്ക് നാളത്തെ കാര്യത്തിലോട്ട് കിടക്കാം. കർത്തവാവ് തിഥി ആരംഭിക്കുന്നത് ഇന്ന്, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 6:50 അവസാനിക്കുന്നത്. നാളെ ചൊവ്വാഴ്ച വൈകിട്ട് 3:15 കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കർത്തവാവിൽ നമ്മൾ രാത്രിയിൽ ചെയ്യുന്ന പരിഹാരങ്ങളൊക്കെ ഇന്ന് വേണം ചെയ്യാൻ. തിഥി തർപ്പണം പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ, ക്ഷേത്ര ദർശനം നടത്തുന്നവർ, അതൊക്കെ നാളെ വേണം ചെയ്യാനായിട്ട്. അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, അതിലാദ്യത്തേത് നമ്മുടെ ഭാഗ്യം, ധനമുണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ചാണിത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ഭാഗ്യവും പണവും നമ്മുടെ വീട്ടിലോട്ട് വന്നു ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു ദീപം കൊളുത്തി ചൊല്ലേണ്ടുന്ന മന്ത്രത്തെക്കുറിച്ച്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്ത് വെച്ചിരിക്കാം. അത് തന്നെയാണ് നമ്മൾ ഈ ഒരു അമാവാസിയിൽ ചെയ്യേണ്ടത്. കാരണം തിങ്കളാഴ്ച വരുന്ന അമാവാസി സോമ അമാവാസി എന്നും സോമാവതി അമാവാസ്യ എന്നും ചൊവ്വാഴ്ച വരുന്ന അമാവാസിയെ ദശ അമാവാസി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒരു മിക്സ് ആയിട്ടുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്കിത് ചെയ്യാം. അതായത്
ഇന്നത്തെ ദിവസം വൈകിട്ട് ഈ ഒരു മന്ത്രം ചൊല്ലി ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കാം. സമയം കിട്ടാത്തവർ നാളെ ചൊവ്വാഴ്ച ബ്രഹ്മമുഹൂർത്തം മുതൽ രാവിലെ ഒരു 7 മണിക്കുള്ളിലും ലക്ഷ്മി ദേവിക്ക് മുമ്പിൽ ദീപം കൊളുത്തി വെച്ച് നമുക്ക് മന്ത്രം ജപിക്കാം. വെള്ളിയാഴ്ചകളിൽ മാത്രം നമ്മൾ സന്ധ്യയ്ക്ക് ചെയ്യുന്നതാണ് നല്ലത്. അമാവാസി പൗർണമി ദിവസങ്ങൾ വരുമ്പോൾ നമ്മൾക്ക് ആ ഒരു തിഥി ഉള്ള സമയത്ത് അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അപ്പം ഭാഗ്യസിദ്ധി മന്ത്രം എന്താണെന്നുള്ളത് മനസ്സിലായി. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇന്ന് രാത്രി ചെയ്യേണ്ടുന്ന കല്ലുപ്പ് പരിഹാരം. അതായത് നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി റിമൂവൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ മൂലകളിലും, ബാത്റൂം, ടോയ്ലറ്റ് ഉൾപ്പെടെ എല്ലാ മൂലകളിലും നമ്മളൊരു പേപ്പർ കപ്പിലോ അങ്ങനെയല്ലെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ മൺവിളക്കിലോ കല്ലുപ്പ് എല്ലാ കോർണറിലും കൊണ്ടുവെക്കുക എന്നുള്ളതാണ്. നാളെ ചൊവ്വാഴ്ച നിങ്ങളത് എടുക്കരുത്. ബുധനാഴ്ച അങ്ങനെ അല്ലെങ്കിൽ ചൊവ്വാഴ്ച വൈകിട്ട് ഒരു 5 മണിക്കുള്ളിൽ, 3:30ക്കും 5 മണിക്കും ഉള്ളിൽ അതെടുത്ത് വെള്ളത്തിൽ കലക്കി ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിൽ കളയുകയോ സിങ്കിൽ തന്നെ ഒഴിച്ചു കളയുകയോ ചെയ്യാം. അതോടുകൂടി നമ്മുടെ വീട്ടിലെ സർവ്വ ദൃഷ്ടിദോഷങ്ങളും കൺദൃഷ്ടിയും ബ്ലാക്ക് മാജിക്കലും എല്ലാം മാറിപ്പോകുന്നതായിരിക്കും. അതേപോലെ തന്നെ പിറ്റേ ദിവസം രാവിലെ, ചൊവ്വാഴ്ച രാവിലെയാണ് നമ്മൾ തിരി തർപ്പണം ചെയ്യാനായിട്ടൊക്കെ പോകുന്നവർക്ക് അത് ചെയ്യാം. ചൊവ്വാഴ്ച രാവിലെ മറക്കാതെ കാക്കയ്ക്ക് നമ്മൾ ചോറ് കൊടുക്കണം. പ്രത്യേകിച്ച് അമാവാസി തിഥിയിൽ പിതൃക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അതേപോലെ തന്നെ ചൊവ്വാഴ്ച രാവിലെ നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നതും, പ്രത്യേകിച്ച് അമാവാസി ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ വീടിനടുത്തുള്ള ശിവക്ഷേത്രം ദർശിച്ച് ഭഗവാന് ജലധാര കഴിപ്പിക്കാവുന്നതാണ്. കൂവളത്തില മാലയോ കൂവളത്തിലകളോ സമർപ്പിച്ച് ഭസ്മമൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. അതൊക്കെ നമുക്ക് വളരെ ഐശ്വര്യം തരും. അതേപോലെ തന്നെ ഇന്ന് തിങ്കളാഴ്ച വൈകിട്ട് വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിലോ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന ക്ഷേത്രത്തിൽ ആൽമരമുണ്ടെങ്കിലോ അതിന് ചുവട്ടിൽ പോയി നല്ലെണ്ണ കൊണ്ടൊരു ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാൻ അമാവാസ്യ ദിവസം ആൽമര ചുവട്ടിൽ ജലം സമർപ്പിച്ചുകൊണ്ട് നല്ലെണ്ണ ദീപം കൊളുത്തി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എത്ര കടുത്ത പിതൃദോഷമുണ്ടെങ്കിലും തുടർച്ചയായി ഒരു 7 അമാവാസിയിൽ ചെയ്യുമ്പം അതിന് നമുക്ക് മാറ്റം കിട്ടും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് കൺദൃഷ്ടി, ബ്ലാക്ക് മാജിക്, ദൃഷ്ടിദോഷം ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ, ഇന്ന് വൈകിട്ട് 6:50 മുതൽ നാളെ വൈകിട്ട് 3:15 ഇടയ്ക്കുള്ള ഏതൊരു സമയത്തും ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ റെമഡി പറയാം. ഒരു കറുത്ത ക്ലോത്ത് എടുക്കണം. വേറെ ഒരു തുണിയും ഇവിടെ പറ്റില്ല, കറുപ്പ് തന്നെ വേണം. അതിൽ കരിയുണ്ടല്ലോ, കരി ബ്ലാക്ക് ഓയിൽ എന്ന് പറയും. അതായത് നമ്മൾ വിറകടുപ്പിൽ കത്തിക്കുമ്പോൾ മിച്ചം കിട്ടുന്ന ആ സാധനം കരി, അത് 1, 2, 3 എണ്ണം ആ ഒരു കറുത്ത തുണിയിലിടുക. അതിനോടൊപ്പം തന്നെ അതിലോട്ട് നമ്മൾ ഒരു ആണി ഇടുക. ഇരുമ്പാണി ഉണ്ടാവുമല്ലോ, ഇരുമ്പിൻ്റെ ആണി, അതും കൂടി ഇട്ടിടുക. അതിനോടൊപ്പം കുറച്ച് കറുത്ത എള്ളും കൂടി ഇടണം. എന്നിട്ട് അതിനെ ഒരു കിഴി പോലെ കെട്ടിയിട്ട് ആർക്കാണോ ഒരുപാട് ദൃഷ്ടിദോഷം, ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി കൂടുതലുണ്ടെന്ന് തോന്നുന്നത് ആ വ്യക്തിക്ക് മുൻപിൽ പോയി നിന്ന് 7 പ്രാവശ്യം, പാദം മുതൽ തല വരെ 7 പ്രാവശ്യം നമ്മൾ ഒഴിയണം. അതിനുശേഷം അതുമായിട്ട് നമ്മൾ വീടിന് വെളിയിൽ പോയി ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് മരത്തിൻ്റെ ചുവട്ടിൽ കളയാം. അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ കൊണ്ടുപോയി ഒഴുക്കി വിടാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ പാലത്തിൻ്റെ മുകളിൽ കൂടി ഒഴുകുന്ന നദിയൊക്കെ ഉണ്ടെങ്കിൽ ആ പാലത്തിൻ്റെ മുകളിൽ പോയിട്ട് താഴോട്ടിട്ടാൽ മതി. അങ്ങനെ ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ കൺദൃഷ്ടിയാണെങ്കിലും ദൃഷ്ടിദോഷമാണെങ്കിലും, ഇപ്പോൾ ബ്ലാക്ക് മാജിക് ആയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിലും അതേപോലെ നെഗറ്റീവ് എനർജി ഉള്ളൊരു വ്യക്തിയാണെങ്കിലും തീർച്ചയായിട്ടും അത് കംപ്ലീറ്റ് ആയിട്ട് മാറി അവർ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് മാറിക്കിട്ടും. ഇത് നമുക്ക് എല്ലാ മാസവും വരുന്ന അമാവാസിയിൽ ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ ധനവരവ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ വീട്ടിൽ ക്യാഷ് ബോക്സിൽ വെക്കേണ്ടുന്ന ഒരു ചെറിയ കാര്യത്തെക്കുറിച്ചും കൂടി പറയാം. ഇത് നമ്മൾ ചെയ്യേണ്ടത് 5 ഗ്രാമ്പു, 5 ഏലക്ക, 5 പട്ട, 5 പച്ചക്കർപ്പൂരം, 5 ജാതിക്ക, 5 വസ്തുക്കൾ 5 എണ്ണം വെച്ചെടുക്കണം. അതായത് ഏലക്ക, ഗ്രാമ്പു, ജാതിക്ക, പട്ട, പച്ചക്കർപ്പൂരം, ഇത് 5ഉം 5 എണ്ണത്തിൽ എടുക്കണം. ഇപ്പം പച്ചക്കർപ്പൂരം ഒരു ചെറിയ പീസ് എടുത്തിട്ട് 5 ആയിട്ട് ഒടിച്ചെടുത്താലും മതിയാവും. അതിനുശേഷം അതൊരു വെള്ള കളർ തുണിയിൽ, വെള്ള തുണി തന്നെ വേണം, വെള്ള കളർ തുണിയിൽ വെച്ചിട്ട് ഒരു കിഴിയായിട്ട് കെട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ കത്തിച്ച് വെച്ചിരിക്കുന്ന നിലവിളക്ക് ഇതിനടുത്തായിട്ട് കറക്റ്റ് 24 മിനിറ്റ് നമ്മളിത് വെക്കണം. നമ്മളിത് വെക്കുന്ന ആ സമയം മുതൽ 24 മിനിറ്റ് വരെ കറക്റ്റായിട്ട് നമ്മൾ ഫോണിൽ അലാറം വെക്കണം. 24 മിനിറ്റായി കഴിയുമ്പം അവിടെ നിന്ന് അത് നമ്മുടെ വലത്തേ കയ്യിൽ പിടിച്ചിട്ട് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമായിട്ടുള്ള ശ്രീം നമ്മൾ 108 പ്രാവശ്യം ചൊല്ലണം. ഈ സ്റ്റെപ്പ് ഇതേപോലെ ഫോളോ ചെയ്യണം. ആദ്യം നമ്മൾ
ഈ ഒരു വെളുത്ത ക്ലോത്ത് എടുക്കുക, 5 വസ്തുക്കളും 5 എണ്ണത്തിൽ നമ്മൾ ആ ക്ലോത്തിൽ വെക്കുക, കിഴിയായിട്ട് കെട്ടുക. ഫോട്ടോ അല്ലെങ്കിൽ വിളക്കിനടുത്തായിട്ട് കറക്റ്റ് 24 മിനിറ്റ് വെക്കണം. അതിനുശേഷം ലക്ഷ്മി ദേവിയുടെ ശ്രീമെന്നുള്ള മന്ത്രം നമ്മൾ ചൊല്ലണം. ഇതിനിടയ്ക്ക് ആ വിളക്കല്ലെങ്കിൽ ഫോട്ടോയുടെ അടുത്ത് നിന്നും നേരിട്ട് നമ്മുടെ വലത്തെ കയ്യിലേ പിടിക്കാവുള്ളൂ. വേറെ ഒരു പ്ലേസിലും നമ്മളിത് താത്ത് വെച്ചേക്കരുത്. അത് ശ്രദ്ധിക്കണം. മടിയിൽ പോലും വെക്കാൻ പാടില്ല. 108 പ്രാവശ്യം മന്ത്രം ചൊല്ലുന്നു. അപ്പോൾ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് ഡയറക്റ്റായിട്ട് നമ്മുടെ ക്യാഷ് ബോക്സ് ഇല്ലെങ്കിൽ മണി ബാഗിൽ കൊണ്ടുപോയി വെക്കുക. ഇതിനിടയ്ക്ക് ഇത് വേറെ എവിടെയും വെക്കാൻ പാടില്ല. നമ്മൾ ആകപ്പാടെ ഈ ക്ലോത്ത് ഒരു പ്രാവശ്യം മാത്രം ഏതെങ്കിലും ഒരു അടുത്ത് പാത്രത്തിന് മുകളിലോ അല്ലെങ്കിൽ നമ്മുടെ മടിയിലോ വെച്ചിട്ട് അതിലോട്ട് ഈ 5 വസ്തുക്കളും ഇട്ട് കെട്ടുമ്പോഴല്ലാതെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിലും നമ്മുടെ നിലവിളക്കിനടുത്തോ അല്ലാതെ വേറെ എവിടെയും ഇത് വെക്കരുത്. ഇതെടുത്ത് 108 പ്രാവശ്യം ചൊല്ലിക്കഴിയുമ്പം ആ എനർജി അതിലുണ്ടാകും. അത് അതേപോലെ തന്നെ നമ്മൾ കൊണ്ടുപോയി ഡയറക്റ്റായിട്ട് നമ്മുടെ ക്യാഷ് ബോക്സിൽ വെക്കുക. വേറെ എവിടെയും വെക്കരുത്. അത് ശ്രദ്ധിച്ചോണം. ഇത് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ളൊരു ധനവരവ് നമുക്കുണ്ടാവുന്നതാണ്. ആ ഒരു ധനവരവ് നമ്മൾക്ക് അടുത്ത കർത്തവാവ് വരെ നിലനിൽക്കുകയും ചെയ്യും. അടുത്ത കർത്തവാവിന് ഈ കിഴി ഇതേപോലെ എടുത്ത് ഏതെങ്കിലും മരത്തിൻ്റെ ചുവട്ടിൽ കൊണ്ട് കളയുകയോ ഒഴുകുന്ന ജലത്തിൽ ഒഴുക്കി വിടുകയോ ചെയ്യാവുന്നതാണ്. അതിനുശേഷം അടുത്ത കർത്തവാവിന് ഇതേ റെമഡി റിപ്പീറ്റ് ചെയ്യാം. എല്ലാ മാസവും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഇതേ കാര്യം റിപ്പീറ്റ് ചെയ്ത് പോകാവുന്നതാണ്. വളരെ നല്ല ഫലം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കഴിയുന്നതും എല്ലാവരും ഈ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.